PC ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മലയാളം വ്യാകരണത്തെക്കുറിച്ചാണ്. മലയാള വ്യാകരണത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് നാമം. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജീവൻ, പേന, പൊന്നാനി, അഗ്നി, ഇതൊക്കെ നമ്മളൊരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാമം? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു അല്ലേ. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തിനെ നാമം എന്ന് പറയുന്നു. ഈ നാമം 3 വിധത്തിലാണുള്ളത്. നാമത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഏതൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെ 3ആയിട്ട് നാമത്തിനെ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ദ്രവ്യനാമമാണ്. എന്താണ് ദ്രവ്യനാമം? ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി എന്നാണ്, ധർമ്മം ഉള്ളതാണ് ധർമ്മി എന്ന് പറയുന്നത്. അപ്പം ദ്രവ്യം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ധർമ്മി. ധർമ്മി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ദ്രവ്യം. ഇനി എന്താണ് ധർമ്മി എന്ന് പറയുന്നത്? ധർമ്മം ഉള്ളത് ഏതാണോ അതിനെയാണ് നമ്മൾ ധർമ്മി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ദ്രവ്യനാമത്തിന് എക്സാമ്പിൾ പറയുമ്പോൾ ഏതൊക്കെ പറയാം? പശു, വെളിച്ചം, കുയിൽ, ഇതൊക്കെയാണ് ദ്രവ്യനാമത്തിന് എക്സാമ്പിൾ. അപ്പോൾ ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി എന്നാണ് അർത്ഥം. ധർമ്മം ഉള്ളതിനെയാണ് നമ്മൾ ധർമ്മി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പശു, വെളിച്ചം, കുയിൽ. അടുത്ത നമ്മൾ ഈ ദ്രവ്യനാമത്തിനെ 4ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേത് സംജ്ഞാനാമം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ 4ആയിട്ട് ദ്രവ്യനാമത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അതിൽ ആദ്യം വരുന്ന സംജ്ഞാനാമം എന്താണെന്ന് നോക്കാം. സംജ്ഞാനാമത്തെ ഏകനാമം എന്ന് വിളിക്കുന്നു. ഓക്കെ, സംജ്ഞാനാമത്തെ ഏകനാമം എന്നു വിളിക്കുന്നു. ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെ സംജ്ഞാനാമം എന്ന് പറയുന്നു. എന്താണ് സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ? സംജ്ഞാനാമത്തെ ഏകനാമം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒരാളിൻ്റെയോ അല്ലെ, ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഏകനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെ നമ്മൾ സംജ്ഞാനാമം എന്ന് പറയുന്നു. ഉദാഹരണം വരുന്നത് സ്വാതി. സ്വാതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. ഈ സ്വാതി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ, ഒരു ഏകനാമമാണ് അല്ലേ. അപ്പം സ്വാതി. പിന്നെ പാലക്കാട്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പം ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ഥലമാണത്. അപ്പം നമ്മളതിന് എന്ത്? ഏകനാമമാണ്. അതുപോലെ തന്നെ തെങ്ങ്, പെരിയാറ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അടുത്ത രണ്ടാമത്തേത് സാമാന്യനാമം. എന്താണ് സാമാന്യനാമം? അപ്പോൾ സാമാന്യനാമം എന്താണ്? ഇതിനെ നമ്മൾ വർഗനാമം എന്നും പറയുന്നു. എന്താണ്? വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായി പറയുവാൻ ഉപയോഗിക്കുന്ന നാമമാണ് സാമാന്യനാമം അല്ലേ. നേരത്തെ നമ്മൾ സംജ്ഞാനാമം പഠിച്ചപ്പോൾ അത് ഏകനാമമായിരുന്നു. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ അങ്ങനെയുള്ളതായിരുന്നു. എന്നാൽ സാമാന്യനാമം എന്ന് പറയുന്നത് അത് വർഗങ്ങൾ ചേർന്ന് നിൽക്കുന്നു, വർഗനാമമാണ് അല്ലേ. ഒരു കൂട്ടം സമൂഹത്തിനെ പറയുന്നതാണ്. അപ്പോൾ ഇതിനെ വർഗനാമം എന്നും പറയുന്നു അല്ലേ. വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായി പറയുവാൻ ഉപയോഗിക്കുന്ന നാമമാണ് സാമാന്യനാമം. ഉദാഹരണം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമാണോ? അല്ല, ഒരുപാട് വ്യക്തികൾ ചേരുന്നതാണ് ജനങ്ങളെ നമ്മൾ പറയുന്നത്. അതുപോലെ എക്സാമ്പിളാണ് കടുവകൾ, കാക്കകൾ, കുന്നുകൾ, പട്ടണം, പുഴ, യോഗി, സഞ്ചി, കെട്ടിടങ്ങൾ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ് സാമാന്യനാമത്തിന്. അടുത്തത് മേയനാമം. എന്താണ് മേയനാമം എന്ന് പറയുന്നത്? ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമം. ഓക്കെ, ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ, അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ പാറ, വൈദ്യുതി, മിന്നൽ, മേഘം, തുണി, അഗ്നി, കാറ്റ്, തിരമാല, ഇതിനെയൊക്കെ നമ്മൾ ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ കഴിയില്ല അല്ലേ. നേരത്തെ നമ്മൾ സാമാന്യനാമം അല്ലെങ്കിൽ സംജ്ഞാനാമം പഠിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ സംജ്ഞാനാമത്തിലാണെങ്കിൽ ഏകനാമം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്ന് പറയാം. അതൊരു ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ മേയനാമത്തിൻ്റെ പ്രത്യേകത ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമത്തിനെ പറയുന്നതാണ് മേയനാമമെന്ന്.
ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഉദാഹരണങ്ങൾ മാത്രം തന്നിട്ട് ഇത് ഏത് നാമത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. അടുത്തത് സർവനാമം. സർവനാമം എന്ന് പറയുന്നത് ദ്രവ്യനാമത്തിലെ ഈ 4 നാമങ്ങളെക്കാളിലും നാമങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാമമാണ് സർവനാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദം. ഓക്കെ, നാമത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സർവനാമത്തിനും. കാരണം നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദത്തിനെയാണ് സർവനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ നാമപദങ്ങൾക്കും പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഒരേ നാമപദം ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത ഒഴിവാക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സർവനാമം ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ അവൻ, അവൾ, അത്. ഇപ്പം നമുക്കൊരാളുടെ പേര് എപ്പോഴും വിളിക്കണ്ടല്ലേ. ഇപ്പോൾ ഒരാളെ നമ്മൾ നേരത്തെ പറഞ്ഞു നാമം, സ്വാതി എന്ന് പറയുന്നൊരു നാമം. അപ്പം നമ്മളിപ്പോൾ സ്വാതിയെ എപ്പോഴും സ്വാതി സ്വാതി എന്ന് വിളിക്കുന്നതിന് പകരം സർവനാമം ഉപയോഗിച്ച് അവൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതാണ് സർവനാമം. സർവനാമം എന്ന് പറയുന്നത് നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായിട്ടുള്ള പദത്തിനെയാണ്. നാമത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സർവനാമത്തിന്. അടുത്തത് നാമത്തിൻ്റെ രണ്ടാമത്തെ തരമാണ് ഗുണനാമം. എന്താണ് ഗുണനാമം? എന്തിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന നാമപദമാണ് ഗുണനാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മത്തെ കുറിക്കുന്ന നാമപദമാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഇപ്പം മണം, നമുക്കിപ്പം മണം, ദയ, ഉയരം, ലാളിത്യം, സ്നേഹം, ഓർമ്മ, തിളക്കം, കറുപ്പ്, ചെറുപ്പം, ഇതൊക്കെ നമ്മൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ ധർമ്മത്തിനെ കുറിക്കുന്ന നാമപദമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പെർഫ്യൂം എടുത്ത് ആ പെർഫ്യൂമിന് നല്ല മണമാണ്. അപ്പം മണം എന്ന് പറയുന്നത് ആ പെർഫ്യൂമിൻ്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ആ ഒരു പെർഫ്യൂമിൻ്റെ ധർമ്മത്തെ കുറിക്കുന്ന പദമാണ് മണം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നൊരു ഗുണനാമം, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ധർമ്മത്തെ കുറിക്കുന്ന നാമപദമാണ് അല്ലേ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നല്ലൊരു ഉദാഹരണമാണ്. അടുത്തത് ക്രിയാനാമം. ക്രിയാനാമം എന്താണ്? ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദമാണ് ക്രിയാനാമം. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്രിയാനാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നല്ലേ. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദം, ഒരു ക്രിയയിൽ നിന്നുമാണ് നാമപദം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിയാനാമം എന്താണ്? ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദമാണ് ക്രിയാനാമം. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദവും കൂടിയാണ് ക്രിയാനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, നേടുക എന്ന ക്രിയയിൽ നിന്നുമുണ്ടാകുന്ന നാമപദമാണ് നേട്ടം എന്ന് പറയുന്നത്. എങ്കിൽ പാട്ട്, ചിരി, ഓട്ടം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാടുക എന്ന ക്രിയയിൽ നിന്നുമുണ്ടാകുന്ന നാമപദമാണ് പാട്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിരിക്കുക എന്ന് പറയുന്നൊരു ക്രിയ ഉണ്ടല്ലോ, അതിൽ നിന്നുമുണ്ടാകുന്നതാണ് ചിരി എന്ന് പറയുന്ന നാമപദം. അടുത്തത് സർവനാമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നാമത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദമാണ് സർവനാമം എന്ന് പറയുന്നത്. എന്താണ് സർവനാമം? നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായിട്ടുള്ള പദം. സർവനാമങ്ങളെ എത്രയായിട്ട് നമുക്ക് തരംതിരിക്കാം? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായിട്ടുള്ള പദമാണ്. ഇതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. എന്താണ് ഉത്തമ പുരുഷൻ? പറയുന്നയാൾ അല്ലെ, അല്ലെങ്കിൽ വക്താവ്, അതാണ് ഉത്തമ പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയുന്നയാൾ, സംസാരിക്കുന്ന ആൾ തന്നെയാണ്. പറയുമ്പോൾ പേരിന് പകരം ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ നാം, അല്ലെ നമ്മൾ, എൻ്റെ എന്നീ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നു. ആ ആൾ പറയുന്നു. ഇപ്പം സംസാരിക്കുന്ന ആരാണോ ആ ആൾ തന്നെയാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ആ ആൾ പറയുമ്പോൾ ആൾക്ക് പേരിന് ഒരാൾ, ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ഞങ്ങൾ, അല്ലെങ്കിൽ നാം, നമ്മൾ, ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്ന സർവനാമം. അടുത്തത് രണ്ടാമത്തത് മധ്യമ പുരുഷൻ. എന്താണ് മധ്യമ പുരുഷൻ? നമ്മളിപ്പോൾ പറയുന്ന ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് പറയുന്നയാളാവുമ്പോൾ മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് കേൾക്കുന്നയാളാണ്, അല്ലെങ്കിൽ ശ്രോതാവാണ്. ഏതാളിനോടാണോ സംസാരിക്കുന്നത് അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന നാമപദങ്ങൾ, അതിനെയാണ് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നീ, നിങ്ങൾ, അല്ലെങ്കിൽ താൻ, താങ്കൾ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ നീ, നിങ്ങൾ, താൻ, താങ്കൾ ഇതൊക്കെ തന്നെയാണ് മധ്യമ പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രഥമ പുരുഷൻ. എന്താണ് പ്രഥമ പുരുഷൻ? 2 പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ പഠിച്ചു, ഉത്തമ പുരുഷൻ എന്ന് പറയുന്ന ആൾ പറയുന്നയാളും മധ്യമ പുരുഷൻ എന്ന് പറയുന്ന ആൾ കേൾക്കുന്നയാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും, പറയുന്നയാളും കേൾക്കുന്നയാളും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ 2 പേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്.
ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ മൂന്നാമത് ഒരാളെ കുറിച്ചിട്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് എന്തിനെങ്കിലും കുറിച്ചിട്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പദത്തിനെയാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അതായത് ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും സംസാരിക്കുന്നത് ആരെക്കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണോ അതാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം അവൻ, അവൾ, അത്, ഇതൊക്കെ തന്നെയാണ് ഇതേം എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം നമ്മളിന്ന് നാമത്തിനെക്കുറിച്ചും സർവ്വനാമത്തിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. മലയാള വ്യാകരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.